റൊണാൾഡോയുടെ ട്രാൻസ്ഫറെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് സബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, റൊണാൾഡോൻ്റെ ട്രാൻസ്ഫർ റൂമർ പറയുകയാണെങ്കിൽ റൊണാൾഡോ നിലവിൽ അൽ നാസറിൽ മികച്ച രീതിയിൽ കളിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അൽ നാസർ എന്ന് പറഞ്ഞ ക്ലബ്ബിൽ 100 ഗോളുകൾ അടിച്ചു തീർക്കണം എന്നുള്ള ഒരു എയിം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ റൊണാൾഡോ അൽ നാസർ വിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 2025 ജൂൺ 30 വരെയാണ് റൊണാൾഡോയും അൽ നാസറും തമ്മിലുള്ള കോൺട്രാക്ട് അവസാനിക്കുന്നത്. സോ ആ ഒരു സമയത്ത് റൊണാൾഡോ മറ്റുള്ള ക്ലബ്ബിലേക്ക് ചേക്കാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, 1000 എന്നുള്ള ഗോള് തികക്കാതെ അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് 1000 ഗോൾസാണ്. അപ്പോൾ അത് പൂർത്തിയാക്കിയിട്ട് മാത്രം അദ്ദേഹം ഫുട്ബോൾ ലോകത്തു നിന്നുള്ള റിട്ടയർമെൻ്റ് ഒക്കെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ ഇനിയും റൊണാൾഡോ ഒരു ക്ലബ്ബിൽ കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ റൂമറൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ അടുത്തിടെ വന്ന റൂമറാണ് ജോസ് മൊറിൻ്റെ ക്ലബ്ബായിട്ടുള്ള ഫെനർബാച്ചയിലേക്ക് റൊണാൾഡോ ചേക്കേറുന്നു, അല്ലെങ്കിൽ അദ്ദേഹം റൊണാൾഡോയെ സൈൻ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ള പറഞ്ഞ ന്യൂസുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ ഒരു ന്യൂസിനോട് മൊറിഞ്ഞോ റിയാക്ട് ചെയ്തത് ഇങ്ങനെയാണ്: റൊണാൾഡോയും ഞാനും തമ്മിൽ ഒരുപാട് വലിയൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ട്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഫെനർബാച്ചയിലുള്ള ഈ മുൻനിര ഫോർവേഡ് പ്ലേയേഴ്സുമായിട്ട് മൊറിഞ്ഞോ വളരെ സന്തോഷമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ റൊണാൾഡോയെ സൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് മൊറിഞ്ഞോയുടെ വാക്കുകൾ. സോ നമുക്ക് മനസ്സിലാവും, റൊണാൾഡോ ഇനി ഒരിക്കലും ആ ഒരു ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത് ഡൗണായി, ഇനി ആ ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇനി പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ കാണുന്ന സാധ്യതകൾ ഇങ്ങനെയാണ്. ഞാൻ കാണുന്ന 3 സാധ്യതകൾ ഇങ്ങനെയാണ്. ഒന്ന്, റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബായ സ്പോർട്ടിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് സൗദി പ്രോ ലീഗിൽ തന്നെ മറ്റൊരു ക്ലബ്ബ് റൊണാൾഡോയെ സൈൻ ചെയ്യാം, അല്ലെങ്കിൽ റൊണാൾഡോ അൽ നാസറിൽ തന്നെ തുടർന്നുകൊണ്ട് റിട്ടയർമെൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ബെക്കാമാണ്. ഇന്റർ മിയാമിലേക്ക് റൊണാൾഡോ പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. റൊണാൾഡോ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, മെസ്സിയും റൊണാൾഡോയും ഒരുമിച്ച് കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്വപ്നം കാണുന്ന സംഭവമാണ്. മെസ്സി വിയസ് റൊണാൾഡോ എന്ന് പറഞ്ഞതിന് പകരം മെസ്സി റൊണാൾഡോയും ഒരുമിച്ച് ഒരു മൈതാനത്ത് അവരുടെ ടീമിന് വേണ്ടി കളിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് നടക്കണമെന്നാണ്, രണ്ടുപേരും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കാര്യം നടക്കണമെന്നാണ് നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ആ ഒരു കാര്യം നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ബെക്കാം സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ സൈൻ ചെയ്യുകയാണെങ്കിൽ കിട്ടിലൻ ഒരു മാച്ചായിരിക്കും പിന്നെയുള്ള MLS എല്ലാ മാച്ചുകളും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? റൊണാൾഡോ ഏത് ക്ലബ്ബിലേക്ക് ഇനി പോകാനുള്ള സാധ്യതകളാണ് നിങ്ങൾ കാണുന്നത്? ഞാൻ കാണുന്ന പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.